ിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണിത്. ഇത്ര നാളും എത്ര മുഖ്യമന്ത്രിമാർ മാറി മാറി വന്നിട്ടുണ്ട്, ഇതുപോലെ പരിപാടി നടത്താൻ ആർക്കും ഇതുവരെ കഴിഞ്ഞില്ല. മനുഷ്യരുടെ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും കേൾക്കാനും അവരുമായിട്ട് സംവദിക്കാനും കഴിഞ്ഞ് അത് നല്ലൊരു കാര്യമാണ്. എല്ലാവരുടെയും ആശയങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു, അതിന് മറുപടി പറയാൻ കഴിഞ്ഞു. എല്ലാം നല്ലൊരു കാര്യമാണ്. ഈ ഗവൺമെൻറ് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അല്ല, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ അംഗീകരിച്ചു എന്നുള്ള ഒന്നാണ്. കാരണം ഇതുവരെ സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഈ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് എല്ലാവരും അതുപോലുള്ള അറേഞ്ച്മെൻറ്റും എല്ലാം. ഞങ്ങൾ ട്രെയിനിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടി റെഡിയായിരുന്നു, ഞങ്ങളിവിടെ കൊണ്ടുവന്നു, ഫുഡ് എല്ലാം ഗൈഡ് ചെയ്യാൻ ആളുകളൊക്കെ ഓൺ ടൈമിൽ ഇത്രയും അറേഞ്ച്ഡായിട്ട് ചെയ്തൊരു പരിപാടി ചെയ്തതിൽ ഇദ്ദേഹത്തിന് പ്രത്യേക സല്യൂട്ട് കൊടുക്കുന്നു. ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നവരുണ്ട്. കരുനാഗപ്പള്ളി മൈത്രി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡൻ്റാണ്. ഓക്കെ, ഈ അഭിപ്രായം ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ തുടർക്കഥയാണ് ഈ റെസിഡൻസ് അസോസിയേഷനെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ വിഷയങ്ങൾ കേൾക്കാൻ തയ്യാറായ ഈ ഗവൺമെൻറ്റിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു. ഇത്രയേ ഉള്ളൂ പറയാൻ. നല്ല അഭിപ്രായം. എല്ലാത്തിനും മറുപടി നൽകിയതിൽ വളരെയധികം സന്തോഷം. ഓരോ അഭിപ്രായങ്ങളും മുഖ്യമന്ത്രി നേരിട്ട് നോട്ട് ചെയ്ത് എല്ലാത്തിനും കൃത്യമായിട്ട്, സാധാരണഗതിയിൽ ഇത് മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ്, സെക്രട്ടറിമാരായിട്ട് ഏൽപ്പിച്ചിട്ടാണ് മറുപടി നൽകുക. ഇത് നേരിട്ടെല്ലാം നോട്ട് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നോട്ട് ചെയ്ത് അതിന് മറുപടി നൽകിയതിൽ വളരെ നല്ലൊരു അനുഭവം. വളരെ കാര്യഗൗരവമുള്ളൊരു പ്രോഗ്രാമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയത്. കാരണം ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന റെസിഡൻസ് അസോസിയേഷനുകളുടെ അവരുടെ ചോദ്യങ്ങൾ എഴുതി വാങ്ങിക്കുകയും അതുപോലെ തന്നെ ഇവിടെ ഈ വേദിയിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് അത് വളരെ കൃത്യമായ രീതിയിൽ, ഉദാഹരണത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപം വന്നപ്പോൾ തന്നെ അതിന് വ്യക്തമായ മറുപടി, കേരളത്തിൽ ഏറ്റവും നന്നായി നടക്കുന്നൊരു മെഡിക്കൽ കോളേജ് എന്നുള്ള രീതിയിലേക്ക് അത് എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രി സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ ഹൃദ്യമായിരുന്നു, അതുപോലെ തന്നെ വളരെ കാര്യഗൗരവമായിരുന്നു, നല്ല പരിപാടിയായിരുന്നു.